ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേഡിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് നല്ല കോൾഡ് ഉണ്ട്, അതുപോലെ തൊണ്ടവേദന ആകെ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്കത് അനുഭവപ്പെടും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എന്തായാലും ഞാൻ എൻ്റെ സുഖമില്ലായ്മയൊന്നും ഞാൻ നോക്കുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിക്കണ്ടേ. ഇനി ഇഷ്ടംപോലെ പരീക്ഷകളാണ് വരാനിരിക്കുന്നത് അല്ലേ. കമ്പനി മോഡൽ GS, അതുപോലെ നമ്മുടെ VFA വരുന്നുണ്ട്, ബെവ്കോ LDC. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കേടാ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനെ, ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റം ഏതാണ്? ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ചലനം എന്ന് പറയുന്നു അല്ലേ. ചലനം എന്ന് പറയുന്നു. അപ്പം ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് അല്ലേ. ഇപ്പം ഒരു പേന ഒരു സ്ഥലത്ത് വെച്ചു, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ചലനം. ആ പേനയുടെ ചലിച്ചു, ആ പേന ചലിച്ചു, അല്ലെങ്കിൽ ആ പേനയ്ക്ക് സ്ഥാനത്തിന് മാറ്റം ഉണ്ടായി എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റം, അത്രേ ഉള്ളൂ. ഇനി ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥ ഏതായിരിക്കും? ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് നിശ്ചലാവസ്ഥ എന്ന് പറയാം അല്ലേ. അതായത് ഒരു പേന ഇരുന്ന് അത് നമ്മൾ മാറ്റുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പേന ചലിച്ചില്ലെന്ന് പറയാം അല്ലേ. നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥ എന്താണെടാ? നിശ്ചലാവസ്ഥയാണ്. ഓക്കെ. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കൂ. അറിയാലോ, ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കിയാണ് മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കൂ. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവിന് എന്ത് പേരാ പറയുന്നത്? ആ വസ്തുവിനാണ് നമ്മൾ അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പം എന്താണ് അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കിക്കൊണ്ട് മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും അല്ലേ. അങ്ങനെ ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവിനെ നമ്മൾ എന്ത് വിളിക്കും? അവലംബക വസ്തു എന്ന് വിളിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ നടക്കുന്ന ചലനം ഏതാണ്? ഹൃദയത്തിൽ നടക്കുന്ന, നമ്മൾക്ക് അറിയാം നമ്മുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഹൃദയമിടിപ്പുണ്ടല്ലേ. ഹൃദയമിടിപ്പില്ലെങ്കിൽ എന്ത് പറ്റും? ഹൃദയം കുറച്ച് നേരത്തേനൊന്ന് വിശ്രമിക്കാൻ പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ പിന്നെ ബാക്കി ഉണ്ടാവില്ല അല്ലേ. അപ്പം ഹൃദയത്തിൽ നടക്കുന്ന ആ ചലനത്തെ നമ്മൾ ഹൃദയമിടിപ്പ് എന്നാണ് പറയുന്നത് അല്ലേ. ഹൃദയമിടിപ്പ് എന്നാണ് പറയുന്നത്. ശ്വാസകോശത്തിൽ നടക്കുന്ന ചലനം ഏതാടാ? ശ്വാസകോശത്തിൽ നടക്കുന്ന ചലനം ശ്വസനമാണ്. നമ്മൾ ശ്വസിക്കുന്നത് എന്ത് വഴിയാ? ശ്വാസകോശം വഴിയല്ലേ. അപ്പോൾ ശ്വാസകോശത്തിൽ നടക്കുന്ന ചലനം ഏതാണ്? ശ്വസനമാണ്. ആമാശയത്തിൽ നടക്കുന്ന ചലനം ഏതാ? ആമാശയത്തിൽ നടക്കുന്ന ചലനം അത് പേശിയുടെ ചലനമാണ് അല്ലേ. ആമാശയത്തിൽ നടക്കുന്ന ചലനം ഏതാടാ? പേശിയുടെ ചലനമാണ്. ഓക്കെ അല്ലേ. ചരടിൽ കോർത്ത് വീർപ്പിച്ച ബലൂൺ സ്വതന്ത്രമാക്കിയാൽ ബലൂണിന്റെ ചലനം ഏത് തരം ചലനമായിരിക്കും? നമുക്കറിയാം, ചലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ്. വസ്തുവിന്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ചലനം എന്ന് പറഞ്ഞത് അല്ലേ. ഒരു ചരടിൽ കോർത്ത് വീർപ്പിച്ച ഒരു ബലൂൺ ചരടിൽ ഇങ്ങനെ കെട്ടി തൂക്കിയേക്കുകയാണ്. ആ ബലൂണ് നമ്മൾ അങ്ങ് വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ബലൂൺ അങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു അല്ലേ. ബലൂൺ നമ്മുടെ കൈ വിട്ടിട്ടുണ്ടെങ്കിൽ ബലൂൺ അങ്ങ് പറന്നു പോകും അല്ലേ. അത് എന്ത് തരം ചലനമാണ്? എന്ത് തരം ചലനമാണത്? നേർരേഖാ ചലനമാണ് അല്ലേ. നേർരേഖാ ചലനമാണ്. ഓക്കെ. അടുത്തത്, ഐസ്ക്രീം ബോളിൽ പെൻസിലിന്റെ അഗ്രം നിലത്ത് വെച്ച് കറക്കുമ്പോൾ ഐസ്ക്രീം ബോളിന്റെ ചലനം ഏത് തരം ചലനമാണ്? എന്താണ്? ഐസ്ക്രീം ബോളിൽ പെൻസിലിന്റെ അഗ്രം, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്ക്. നിലത്ത് വെച്ച് കറക്കുമ്പോൾ ആ ഐസ്ക്രീം ബോളിലെ അതിന്റെ ചലനം ഏത് തരം ചലനമായിരിക്കും? ഭ്രമണ ചലനമാണ് അല്ലേ. ഭ്രമണ ചലനമാണ്. ഐസ്ക്രീം ബോളിൽ പെൻസിലിന്റെ അഗ്രം നിലത്ത് വെച്ച് കറക്കുമ്പോൾ ഐസ്ക്രീം ബോളിന്റെ ചലനം ഏത് തരം ചലനമാണ്? അത് ഭ്രമണ ചലനമാണ്. ഭ്രമണ ചലനം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തുവിന്റെ അക്ഷത്തെ ആധാരമാക്കിയാണ് അത് കറങ്ങുന്നതെങ്കിൽ അതിനെ നമുക്ക് ഭ്രമണ ചലനം എന്ന് പറയാൻ പറ്റും അല്ലേ. ഒരു വസ്തു അതിന്റെ സ്വന്തം അച്ചുതണ്ടിലാണ് കറങ്ങുന്നതെങ്കിൽ അതിനെ നമുക്ക് ഭ്രമണ ചലനം എന്ന് വിളിക്കാം. അപ്പോൾ ഐസ്ക്രീം ബോളിൽ പെൻസിലിന്റെ അഗ്രം നിലത്ത് വെച്ച് കറക്കുമ്പോൾ ഐസ്ക്രീം ബോളിന്റെ ചലനം ഏത് തരം ചലനമാണെന്ന് ചോദിച്ചാൽ അത് ഭ്രമണ ചലനമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ചലനം എന്തിന് കാരണമാകുന്നു? ഭൂമി ചലിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല അല്ലേ. എന്ത് സംഭവിക്കും? നമുക്ക് ഭൂമി ചലിച്ചില്ലെങ്കിൽ ലോകം തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഭൂമിയുടെ ചലനം എന്തിന് കാരണമാകുന്നു എന്ന് ചോദിച്ചാൽ എന്തിന് കാരണമാകുന്നു? ദിനരാത്രങ്ങൾ, അതായത് പകലും രാത്രിയും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അല്ലേ. ദിനരാത്രങ്ങൾക്ക് കാരണമാകുന്നത് ഭൂമിയുടെ ചലനം. ഭൂമി ചലിച്ചില്ല എങ്കിൽ ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ,
ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ അല്ലെങ്കിൽ സ്വയം കറങ്ങുന്നത് ഏതു തരം ചലനമാണ്? ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ, സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതു തരം ചലനമാണ്? അത് ഭ്രമണമാണ് അല്ലേ, ഭ്രമണമാണ്. നമ്മൾ പറഞ്ഞു ഐസ്ക്രീം ബോളിൽ പെൻസിലിന്റെ അഗ്രം നിലത്ത് വെച്ച് കറക്കുമ്പോൾ ഐസ്ക്രീം ബോളിന്റെ ചലനം ഭ്രമണമാണെന്ന് പറഞ്ഞു അല്ലേ, ഭ്രമണ ചലനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത് ഭ്രമണ ചലനമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ഏത് ദിശയിൽ നിന്ന് ഏതിലേക്കാണ് ഭ്രമണം ചെയ്യുന്നത്? അതായത് ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണെന്ന് പറയാമോ നിങ്ങൾക്ക്? അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് അല്ലേ. ഭൂമി എപ്പോഴും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ഏത് ദിശയിൽ നിന്നാണ് ഏതിലേക്കാണ് ഭ്രമണം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഏകദേശം എത്ര മണിക്കൂർ എടുക്കുന്നേ? 24 മണിക്കൂറാണ്. അറിയാം അല്ലേ, ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കണമെങ്കിൽ 24 മണിക്കൂർ എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഭ്രമണ വേഗം ഭൂമധ്യരേഖയിൽ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഭൂമിയുടെ ഭ്രമണ വേഗം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? എത്ര കിലോമീറ്ററാ അറിയാമോ? അത് 1670 കിലോമീറ്റർ. പഠിച്ചു വെച്ചേക്കണം, 1670 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഭ്രമണവേഗം ഭൂമധ്യരേഖയിൽ മണിക്കൂറിൽ 1670 കിലോമീറ്റർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. ക്ലോക്കിലെ ആ സെക്കൻഡ് സൂചി ഉണ്ടല്ലോ, മണിക്കൂർ സൂചിയുടെ സെക്കൻഡ് സൂചിയാണ്. സെക്കൻഡ് സൂചിയുടെ ചലനം എന്ത് തരം ചലനമാണെന്ന് പറയാമോ? ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം എങ്ങനെയാണ്? സെക്കൻഡ് സൂചി എങ്ങനെയാണ് കറങ്ങുന്നത്? വട്ടത്തിലല്ലേ. അപ്പോൾ അത് വർത്തുള ചലനമാണ് അല്ലേ, വർത്തുള ചലനമാണ്. നേരെയല്ല അല്ലേ, അല്ലാതെ ചരിഞ്ഞുമല്ല. അതെങ്ങനെയാണ്? വട്ടത്തിലാണ് കറങ്ങുന്നത്. അപ്പോൾ അത് വർത്തുള ചലനത്തിന് എക്സാമ്പിളാണ്. ഓക്കെ. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനം. അപ്പോൾ എന്താണ് വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ? വസ്തുക്കൾ വൃത്താകാര അല്ലെങ്കിൽ വൃത്തത്തിലാണ് ചലിക്കുന്നതെങ്കിൽ നമുക്കത് എന്ത് പറയാം? അതിനെ നമുക്ക് വർത്തുള ചലനത്തിലാണ് ആ വസ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഒരു കോമ്പസിൽ ഘടിപ്പിച്ച പെൻസിലിന്റെ ചലനം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വൃത്തം വരയ്ക്കും അല്ലേ, വൃത്തം മാത്സിലൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോമ്പസിൽ പെൻസിൽ വെച്ചിട്ട് ആ കോമ്പസിന്റെ മുന ഒരു ബിന്ദുവിൽ വെച്ചിട്ട് നമ്മൾ കറക്കി വരയ്ക്കും അല്ലേ. അപ്പോൾ ആ ഒരു കോമ്പസിൽ ഘടിപ്പിച്ച പെൻസിലിന്റെ ചലനം അത് എന്ത് തരം ചലനമാണ്? അത് വർത്തുള ചലനമാണ് അല്ലേ, വർത്തുള ചലനമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ചരടിൽ കല്ല് കെട്ടിയിട്ട് കറക്കുകയാണ്. ചരടിൽ കല്ല് കെട്ടി കറക്കുമ്പോൾ അതും എന്തിന് എക്സാമ്പിൾ ആണത്? അതും വർത്തുള ചലനമാണ് അല്ലേ. കല്ലിങ്ങനെ വട്ടത്തിലല്ലേ കറങ്ങുന്നത്. ഓക്കെ. അതുപോലെ ഫാനിലെ ബ്ലേഡിന്റെ അഗ്രത്ത് ഒട്ടിച്ച പൊട്ടിന്റെ ചലനം. അത് ഏതുതരം ചലനമാണ്? ഫാനിലെ ബ്ലേഡിന്റെ അഗ്രത്ത് ഒട്ടിച്ച പൊട്ടിന്റെ ചലനം എന്തുതരം ചലനമാണ്? അതും ഫാനും അതെ വട്ടത്തിലാണ് കറങ്ങുന്നത് അല്ലേ, അതും വർത്തുള ചലനമാണ്. ഓക്കെ. അതുപോലെ തന്നെ മെറി ഗോ റൗണ്ടിലെ കസേരയുടെ ചലനം, അതും വർത്തുള ചലനത്തിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കളിപ്പാട്ട് ട്രെയിനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പിള്ളേർ കളിക്കുന്നത് കണ്ടിട്ടില്ലേ? കളിപ്പാട്ട് ട്രെയിൻ അത് എങ്ങനെയാണ്? വൃത്താകൃതിയിലുള്ള ട്രാക്കിലൂടെ സഞ്ചരിക്കുകയല്ലേ ചെയ്യുന്നത്. വൃത്താകൃതിയിലല്ലേ അത് സഞ്ചരിക്കുന്നത്, കളിപ്പാട്ട് ട്രെയിൻ സഞ്ചരിക്കുന്നത്. അതും ഏതിന് എക്സാമ്പിളാണ്? വർത്തുള ചലനത്തിന് എക്സാമ്പിളാണ്. അതുപോലെ ജയന്റ് വീലിലിരിക്കുന്ന കുട്ടിയുടെ ചലനം. ഒരു ജയന്റ് വീലിൽ ഒരു കുട്ടി ഇരിക്കുകയാണെങ്കിൽ അത് എന്തുതരം ചലനമായിരിക്കും? വർത്തുള ചലനമായിരിക്കും. അപ്പോൾ വർത്തുള ചലനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു വസ്തു വൃത്താകാര പാതയിലാണ് ചലിക്കുന്നതെങ്കിൽ ആ വസ്തു വർത്തുള ചലനത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒത്തിരി എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത് നമ്മൾ? വർത്തുള ചലനത്തിന് എക്സാമ്പിൾ ഏതൊക്കെ പറഞ്ഞു? ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം അല്ലേ, കോമ്പസിൽ ഘടിപ്പിച്ച പെൻസിലിന്റെ ചലനം, ചരടിൽ കെട്ടിയ കല്ല് കറക്കുമ്പോഴുള്ള കല്ലിന്റെ ചലനം, ഫാനിലെ ബ്ലേഡിന്റെ അഗ്രത്തൊട്ടിച്ച പൊട്ടിന്റെ ചലനം, മെറിഗോ റൗണ്ടിലെ കസേരയുടെ ചലനം, കളിപ്പാട്ട് ട്രെയിൻ വൃത്താകൃതിയിലുള്ള ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ചലനം, ജൈന്റ് വീലിലിരിക്കുന്ന കുട്ടിയുടെ ചലനം. ഇതൊക്കെ വർത്തുള ചലനത്തിന് എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനം ഏതുതരം ചലനമാടാ? ദോലനമാണല്ലേ, ദോലനം. നമ്മൾ ഭ്രമണം എന്താ പറഞ്ഞത്? സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയാണ് ഒരു വസ്തു കറങ്ങുന്നതെങ്കിൽ അത് ഭ്രമണത്തിലാണെന്ന് പറയാം, അല്ലെങ്കിൽ ഭ്രമണ ചലനമാണെന്ന് പറയാം. എന്നാൽ തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്നത്, നമ്മൾ ഊഞ്ഞാൽ ഓർത്താൽ മതി, അതെന്ത് തരം ചലനമാണ്? അതാണ് ദോലനം. അപ്പോൾ ദോലനത്തിന് നല്ല എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഊഞ്ഞാലിന്റെ ചലനം.
ചോദിക്കും. ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? ഓപ്ഷനിൽ വർത്തുള ചലനം, നേർരേഖാ ചലനം, ദോലനം, ഭ്രമണം എന്നൊക്കെ കാണും. നിങ്ങൾ ഏത് ടിക്ക് ചെയ്യാവുള്ളൂ? ദോലനമാണ് അല്ലേ? ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. അതുപോലെ നൂലിൽ കെട്ടിത്തൂക്കിയ കല്ല് നിശ്ചലമായി നിൽക്കുന്ന ആ സ്ഥാനം ഏതാണ്? നൂലിൽ ഒരു കല്ല് കെട്ടി തൂക്കിയേക്കുക, അത് ആ നിശ്ചലമായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സ്ഥാനത്തിന് പറയുന്ന പേരെന്താ? അതാണ് തുലനസ്ഥാനം. ഓക്കെ, അതാണ് തുലനസ്ഥാനം. അതുപോലെ നൂലിൽ കെട്ടിത്തൂക്കിയ കല്ലിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനം, നമ്മൾ ഊഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നൂലിൽ ഒരു കല്ല് കെട്ടിത്തൂക്കി, ആ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടൂലേ രണ്ട് വശത്തേക്കും, അപ്പോൾ ആ ചലനം എന്ത് തരം ചലനമാണ്? ദോലനമാണ്. അതുപോലെ തന്നെ പെൻഡുലത്തിന് ചലനം, അതും ദോലനമാണ്. ഓക്കെ, പെൻഡുലത്തിന് ചലനം ഏത് തരം ചലനമാണ്? ദോലനമാണ്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേടാ? കിട്ടുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യന്, ഊഞ്ഞാലിൻ്റെ ചലനത്തിൽ ഏത് ബലമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഊഞ്ഞാൽ ആടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഊഞ്ഞാൽ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനത്തിൽ ഏത് ബലമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്? ഏത് ബലമാ? ഗുരുത്വാകർഷണ ബലമാണ് അല്ലേ? ഊഞ്ഞാലിൻ്റെ ചലനത്തിൽ ഗുരുത്വാകർഷണ ബലമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. അടുത്തത്, ആടുന്ന ഊഞ്ഞാൽ ഏതു ഭാഗത്തെത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേഗം അനുഭവപ്പെട്ടത്? ആടുന്ന ഊഞ്ഞാൽ ഏത് ഭാഗത്തെത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ പോകുന്നത്? മധ്യഭാഗത്തല്ലേ അല്ലേ? ആടുന്ന ഊഞ്ഞാൽ ഏത് ഭാഗത്തെത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേഗം അനുഭവപ്പെടുന്നത്? മധ്യഭാഗത്താണ്, നടുക്കെത്തുമ്പോഴാണ് അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആടി നോക്ക് കേട്ടോ, പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യന്, ഊഞ്ഞാലിൻ്റെ ചലനത്തിൽ ഏതെല്ലാം ഊർജങ്ങൾ പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്നു? ഊഞ്ഞാലിൻ്റെ ചലനത്തിൽ ഏതെല്ലാം ഊർജങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഊർജ്ജമുള്ളത്, ഗതികോർജ്ജമുണ്ട്, സ്ഥിതികോർജ്ജമുണ്ട് അല്ലേ? ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജമെങ്കിൽ, സ്ഥാനം മൂലമാണ് കിട്ടുന്ന ഊർജ്ജമെങ്കിൽ അത് സ്ഥിതികോർജ്ജമാണ് അല്ലേ? അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനത്തിന് രണ്ടും വരുന്നില്ലേ? ഗതികോർജ്ജവും വരുന്നുണ്ട്, സ്ഥിതികോർജ്ജവും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ആടുന്ന ഊഞ്ഞാലിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ ഏതുതരം ഊർജ്ജമാണ് കൂടുതൽ? ആടുന്ന ഊഞ്ഞാലിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ ഏതുതരം ഊർജ്ജമാണെന്ന് ചോദിച്ചാൽ അത് സ്ഥാനം കൊണ്ട് കിട്ടുന്ന ഊർജ്ജം ഏതാണ്? അതിൽ നിന്ന് കിട്ടണം. ഏതാണ്? സ്ഥിതികോർജ്ജമാണ് അല്ലേ? ആടുന്ന ഊഞ്ഞാലിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ ഏതുതരം ഊർജ്ജമാണ് കൂടുതലെന്ന് ചോദിച്ചാൽ അത് സ്ഥിതികോർജ്ജമായിരിക്കും. ഓക്കെ അല്ലേ? എന്നാൽ ആടുന്ന ഊഞ്ഞാലിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത് ഏതുതരം ഊർജ്ജമായിരിക്കുമടാ? അത് ഗതികോർജ്ജമായിരിക്കും അല്ലേ? ഉയർന്ന സ്ഥാനമാണെങ്കിൽ സ്ഥിതികോർജ്ജം, താഴ്ന്ന സ്ഥാനത്താണ് ഏതുതരം ഊർജ്ജമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗതികോർജ്ജമാണ്. മനസ്സിലായല്ലോ? വ്യത്യാസം മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ദോലനം എന്താന്ന് പറഞ്ഞു, ഒരു വസ്തു ഇരു ദിശകളിലേക്കും ചലിക്കുകയാണെങ്കിൽ അത് ദോലനത്തിലാണെന്ന് പറയാൻ പറ്റും അല്ലേ? ദ്രുതഗതിയിലുള്ള ദോലനത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ദ്രുതഗതിയിലുള്ള ദോലനമാണെങ്കിൽ അതിനെ നമുക്ക് കമ്പനം എന്ന് വിളിക്കാൻ പറ്റും. എന്താടാ? കമ്പനം എന്നാണ്. ഇനി വാദ്യോപകരണങ്ങളിൽ സംഗീതം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാടാ? വാദ്യോപകരണങ്ങൾ അറിയാലോ ഏതൊക്കെയാണ്? നമുക്ക് വയലിൻ പറയാം അല്ലേ, വീണ, അങ്ങനെയുള്ള വാദ്യോപകരണങ്ങളൊക്കെ സംഗീതം പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? കമ്പനം ചെയ്യിപ്പിച്ചല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കമ്പനം ചെയ്യിപ്പിച്ചിട്ടാണ് വാദ്യോപകരണങ്ങളിലൊക്കെ സംഗീതം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റീൽ സ്കെയിൽ ഒരഗ്രം മേശപ്പുറത്ത് അമർത്തിപ്പിടിച്ച ശേഷം മറ്റേ അറ്റം താഴേക്ക് അമർത്തി വിടുമ്പോൾ സ്കെയിലിനുണ്ടാകുന്ന ചലനം ഏതാണ്? ഒന്നുകൂടെ ചോദ്യം പറയാം. സ്റ്റീൽ സ്കെയിൽ ഒരഗ്രം മേശപ്പുറത്ത് അമർത്തിപ്പിടിച്ച ശേഷം മറ്റേ അറ്റം താഴേക്ക് അമർത്തി വിടുമ്പോൾ സ്കെയിലിനുണ്ടാകുന്നത് എന്താ? അത് എന്താണ്? തുടർച്ചയായിട്ടുള്ള ദോലനമല്ലേ, അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള ദോലനമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അത് കമ്പനമാണെന്ന് പറയാം അല്ലേ? കമ്പനമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെ നമ്മൾ എന്ത് വിളിച്ചു? ആവൃത്തി എന്ന് വിളിക്കാം. ആവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ് ആവൃത്തിയുടെ യൂണിറ്റ്? ഹെഡ്സ് ആണല്ലേ? ഹെഡ്സ് ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അടുത്തത്, ആവൃത്തി കൂടുന്തോറും കമ്പനത്തിന്റെ വേഗത്തിന് എന്ത് സംഭവിക്കൂടാ? ആവൃത്തി കൂടുന്തോറും കമ്പനത്തിന്റെ വേഗം കൂടുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോടാ? ആവൃത്തി കൂടുമ്പോൾ കമ്പനത്തിന്റെ വേഗം കൂടുമോ? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഈ ആവൃത്തി കൂടുമ്പോൾ കമ്പനത്തിന്റെ വേഗം കൂടൂലേ? ശരിയല്ലേ? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എന്താണത്? ശരിയാണ്. അടുത്തത്, മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏത് തരം ചലനമാണ്? മൊബൈൽ ഫോണിന്റെ വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് ഏത് തരം ചലനമാണ്? അതും കമ്പനമാണ് അല്ലേ? അതും കമ്പനമാണ്. അതുപോലെ തന്നെ ഫാൻ ഇല്ലേടാ? ഫാനിന്റെ ചലനം ഏതുതരം ചലനമാണ്? ഫാനിന്റെ ചലനം അത്
ഫാൻ എന്ന് പറയുമ്പോൾ വട്ടത്തിലല്ലേ കറങ്ങുന്നത്, അല്ലാണ്ട് നീളത്തിലല്ലല്ലോ കറങ്ങുന്നത് അല്ലേ. അപ്പോൾ വട്ടത്തിലുള്ള ചലനം ഏതാ? ഏതൊരു വസ്തുവും വട്ടത്തിൽ കറങ്ങുകയാണെങ്കിൽ നമുക്ക് വർത്തുള ചലനത്തിലാണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഫാനിൻ്റെ ചലനം വർത്തുള ചലനമാണ്. ഓക്കെ. തയ്യൽ മെഷീൻ ഇല്ലേടാ, തയ്യൽ മെഷീൻ, തയ്ക്കുന്ന മെഷീൻ ഇല്ലേ, അതിൻ്റെ ചലനങ്ങൾ ഏതൊക്കെ വരുന്നുണ്ട്? തയ്യൽ മെഷീനിലെ ചലനങ്ങൾ ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. തയ്യൽ മെഷീനിലെ ചലനങ്ങൾ ഏതൊക്കെയാണ്? ദോലനമുണ്ട്, വർത്തുള ചലനവും വരുന്നില്ലേ, രണ്ട് ദിശകളിലേക്കും വരുന്നുണ്ട്, വട്ടത്തിലും വരുന്നുണ്ട് അല്ലേ. അപ്പം ദോലനവും ഉണ്ട്, വർത്തുള ചലനവും ഉണ്ട് കേട്ടോ. ഇനി ഒരു കറങ്ങുന്ന കസേര കണ്ടിട്ടില്ലേ, കറങ്ങുന്ന കസേര. ഈ കറങ്ങുന്ന കസേരയുടെ ചലനം ഏതുതരം ചലനമാ? കറങ്ങുന്ന കസേരയുടെ ചലനം, കറങ്ങുന്ന വർത്തുള ചലനം ഒന്നും പറയരുത് കേട്ടോ. കറങ്ങുന്ന കസേര എന്ന് പറയുമ്പോൾ അതെന്താണ്? അതിൻ്റെ നടുക്ക് അതിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ നിലത്ത് ഉറപ്പിച്ചിട്ടാണ് അതിനെ കേന്ദ്രമാക്കിയിട്ടാണ് ആ കസേര ഇങ്ങനെ കറങ്ങുന്നത് വട്ടത്തിൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കറങ്ങുന്ന കസേരയുടെ ചലനം എന്ന് പറയുന്നത് ഭ്രമണമാണ്. നമ്മൾ പഠിച്ചില്ലേ, ഒരു വസ്തു അതിൻ്റെ സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയാണ് കറങ്ങുന്നതെങ്കിൽ അത് ഭ്രമണ ചലനമാണെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ കറങ്ങുന്ന കസേരയുടെ ചലനം തെറ്റിക്കരുത്, അത് ഭ്രമണമാണ്, ഭ്രമണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ജനറേറ്ററിലെ ചലനം ഏതാണ്? ഇലക്ട്രിക് ജനറേറ്ററിലെ ചലനം ഏതാടാ? ഇലക്ട്രിക് ജനറേറ്റർ, അത് വർത്തുള ചലനമാണ്. എന്ത് ജനറേറ്ററാണ്? ഇലക്ട്രിക് ജനറേറ്റർ. അതിലെ ചലനം ഏതാണ്? വർത്തുള ചലനമാണ്. വാഷിംഗ് മെഷീൻ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. വാഷിംഗ് മെഷീനിലെ ചലനം എന്ത് ചലനമാടാ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുണി അലക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. വാഷിംഗ് മെഷീനിലെ ചലനം എന്തോ, അതും വർത്തുള ചലനമാണ് കേട്ടോ, വർത്തുള ചലനമാണ്. എന്ത് പ്രയോഗിച്ചാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും കഴിയുന്നത്? ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ബോള് തള്ളിവിടുകയാണ്. അപ്പോൾ ആ ബോൾ തള്ളിവിടണമെങ്കിൽ ഞാൻ അവിടെ എന്ത് പ്രയോഗിക്കണം? ബലം പ്രയോഗിക്കണം. ഇനി ആ ബോളിനെ അനക്കാതെ വെക്കുകയാണ്, നിശ്ചലാവസ്ഥയിലാക്കണമെങ്കിൽ ഞാൻ എന്ത് പ്രയോഗിക്കണം? ബലം പ്രയോഗിക്കണം അല്ലേ. അപ്പോൾ എന്ത് പ്രയോഗിച്ചാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും കഴിയുന്നതെന്ന് ചോദിച്ചാൽ അത് ബലമാണ് അല്ലേ. അതാണ് ബലം എന്ന് പറയുന്നത്. ഓക്കെ. കറങ്ങുന്ന ജെയിന്റ് വീലിലെ കുട്ടി തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലായിരിക്കുമെടാ? ജെയിന്റ് വീല് കണ്ടിട്ടുണ്ടാവുമല്ലോ, കറങ്ങുന്ന ജെയിന്റ് വീല്. അതിനകത്തിരിക്കുന്ന കുട്ടിയില്ലേ, അടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലായിരിക്കും? നിശ്ചലാവസ്ഥയിലായിരിക്കും അല്ലേ, നിശ്ചലാവസ്ഥയിലായിരിക്കും. കറങ്ങുന്ന ജെയിന്റ് വീലിലെ കുട്ടി തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചേ. കറങ്ങുന്ന ജെയിന്റ് വീലിൽ ഒരു കുട്ടി ഇരിക്കുകയാണ്, തറയിൽ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ ആ തറയിൽ നിൽക്കുന്നവരെ അപേക്ഷിച്ച് ആ കൊച്ചെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കുട്ടി എന്ത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ ചലനാവസ്ഥയിലാണ്. കുട്ടി ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, തറയിലുള്ള ആൾ ചലിക്കുമല്ലോ, മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ പറയാം. ഇനി കുതിര സവാരി ചെയ്യുന്ന ആള് കുതിരയെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലായിരിക്കുമടാ? കുതിര സവാരി, കുതിര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ, കുതിരയുടെ മേളിൽ നമ്മൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആ കുതിരയെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ നിശ്ചലാവസ്ഥയിലായിരിക്കും അല്ലേ. കുതിര സവാരി ചെയ്യുന്ന ആള് കുതിരയെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. ഓക്കെ അല്ലേടാ. കുതിര സവാരി ചെയ്യുന്ന ആള് തറയെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലായിരിക്കും? ചലനാവസ്ഥയിലായിരിക്കും. തറ ചലിക്കുന്നില്ലല്ലോ, നമ്മളല്ലേ ചലിക്കുന്നേ. അപ്പോൾ കുതിര സവാരി ചെയ്യുന്ന ആള് തറയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലായിരിക്കും കേട്ടോ. പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല കിളിയെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലാണ്? പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല കിളിയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലായിരിക്കും. പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല കിളിയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലായിരിക്കും. ഓക്കെ. സൗരയൂഥത്തിലെ ഭൂമി സൂര്യനെ അപേക്ഷിച്ച് എന്ത് അവസ്ഥയിലായിരിക്കും? സൗരയൂഥത്തിലെ ഭൂമി സൂര്യനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലായിരിക്കും അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? സൗരയൂഥത്തിലെ ഭൂമി ചന്ദ്രനെ അപേക്ഷിച്ചോ അത് ചലനാവസ്ഥയിലായിരിക്കും. സൗരയൂഥത്തിലെ ഭൂമി സൂര്യനെ അപേക്ഷിച്ചും ചലനാവസ്ഥയിലാണ്. സൗരയൂഥത്തിലെ ഭൂമി ചന്ദ്രനെ അപേക്ഷിച്ചോ അത് എന്താവസ്ഥയിലാണ്? ചലനാവസ്ഥയിലായിരിക്കും. ഓക്കെ അല്ലടാ. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം, അതിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത് അല്ലേ. ദൂരത്തിന്റെ SI യൂണിറ്റ് ഏതാ? ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ദൂരത്തിന്റെ SI യൂണിറ്റ് എത്രയാണ്? ഏതാണ്? മീറ്റർ ആണ് അല്ലേ. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണം ഏതാ? വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം അളക്കുന്ന ഉപകരണം ഉണ്ടല്ലോ, അതിനെന്താ വിളിക്കുന്നത്? അതാണ് ഓഡോമീറ്റർ. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണം ഏതാണ്? ഓഡോമീറ്റർ ആണ് അല്ലേ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആടാ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാ? നിങ്ങൾക്ക് അറിയാം, 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. വേഗത അല്ലെങ്കിൽ വേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം അല്ലേ, അതാണ് ദൂരം എന്ന് പറഞ്ഞു. വേഗം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് അല്ലേ. എന്താടാ? വേഗത കാണാനുള്ള ഇക്വേഷൻ അറിയാം, ദൂരം ബൈ സമയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത.
ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വേഗത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? നമ്മൾ ദൂരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വേഗത്തിൻ്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് വരും അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വാഹനങ്ങളുടെ വേഗം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? വാഹനങ്ങളുടെ വേഗം പ്രസ്താവിക്കുന്ന യൂണിറ്റ് കിലോമീറ്റർ പെർ മണിക്കൂറാണ് അല്ലേ? കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഓക്കെ, വാഹനങ്ങളുടെ വേഗം പ്രസ്താവിക്കുന്ന യൂണിറ്റ് കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഓക്കെ, 1 കിലോമീറ്റർ പെർ മണിക്കൂർ എത്ര മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണ്? 1 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണ്? 5/18. നമ്മൾ മാത്സ് ചെയ്യാനായിട്ട് നമ്മൾ കിലോമീറ്ററിനെ സെക്കൻഡിലേക്ക് ആക്കുന്നത് എങ്ങനെയാണ്? 5/18 ഇട്ട് ഗുണിച്ചാൽ പോരെ? അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 കിലോമീറ്റർ പെർ മണിക്കൂർ എത്ര മീറ്റർ പെർ സെക്കൻഡ് തുല്യമാണെന്ന് ചോദിച്ചാൽ അത് 5/18 തുല്യമാണ്. ഓക്കെ, വാഹനങ്ങളുടെ വേഗം കാണിക്കുന്ന ഉപകരണം. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരമാണെങ്കിൽ അത് ഓഡോമീറ്റർ വെച്ചാണ് നമ്മൾ അളക്കുന്നത്. വാഹനങ്ങളുടെ വേഗം കാണിക്കുന്നത് സ്പീഡോമീറ്റർ ആണ്. വേഗതയല്ലേ? സ്പീഡല്ലേ? അപ്പോൾ സ്പീഡോമീറ്റർ ആണ്. വാഹനങ്ങളുടെ വേഗം കാണിക്കുന്നത് സ്പീഡോമീറ്റർ ആണ്. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് ഏതുതരം വേഗതയാടാ? അല്ലെങ്കിൽ ഏതുതരം വേഗമാണ്? ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചു, അത് ഏതുതരം വേഗമാണ്? അത് സമവേഗത്തിലാണെന്ന് പറയാൻ പറ്റും. ആ വസ്തു എന്തിലാണ്? സമവേഗത്തിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ വ്യത്യസ്ത ദൂരം സഞ്ചരിച്ചാൽ അത് അസമവേഗത്തിലാണ്. ശരിയോ തെറ്റോ? ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ ദൂരം വ്യത്യസ്തമായി സഞ്ചരിച്ചാൽ അത് അസമവേഗത്തിലാണ്. കറക്റ്റാണ് അല്ലേ? ഒരു വസ്തു തുല്യ സമയ ഇടവേളയിൽ തുല്യ ദൂരം സഞ്ചരിച്ചാലാണ് സമവേഗം ആവുകയുള്ളൂ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. എന്നാൽ ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ വ്യത്യസ്ത ദൂരം സഞ്ചരിച്ചാൽ അത് അസമവേഗത്തിലാണ്. അത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ക്ലാസ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഈ വർഷം തന്നെ ഒരു സർക്കാർ ജോലിയിൽ കയറണം. അതിനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചുകൂടെ ക്ലാസ് എടുക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ നിർത്തുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കേടാ, അപ്പോൾ പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.